PMC പദ്ധതിയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ലഭിക്കേണ്ടുന്ന PMC പദ്ധതിയിൽ ഒപ്പിട്ടില്ല എങ്കിൽ പോലും ലഭിക്കേണ്ടുന്ന നിരവധി മേഖലയിലുള്ള പണം PMCയിൽ ഒപ്പിട്ടാൽ മാത്രമേ കേരളത്തിന് നൽകുള്ളൂ എന്ന വാശിയായിരുന്നു അന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുത്ത സമീപനം. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോഴാണ് PMCയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തന്നെ ഉയർന്നു വരുന്നത്, ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട്. അത് പിന്നീട് ഫലപ്രദമായ ഒരു ചർച്ചയിലൂടെ മാറ്റിവെക്കുകയാണെന്ന് ചെയ്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അത് നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചു. അന്ന് PMCയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ മുസ്ലിം ലീഗ് നേതാക്കന്മാരുൾപ്പെടെ CPIM BJPയുമായിട്ട് ബന്ധപ്പെട്ട ഡീലാണ് എന്നാണ് വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഇപ്പോൾ പുതിയ ന്യായങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് PMCയിൽ ഒപ്പിടാൻ പോകുന്നു എന്നതാണ്, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അവരെ സംബന്ധിച്ചിടത്തോളം അല്ല, ഞങ്ങൾ ഇറങ്ങുന്നവരെ മുന്നോട്ട് പോയിട്ടില്ലല്ലോ. അതായത് അതൊക്കെ ശരിയാണ്, അത് മാറ്റിവെച്ചല്ലോ. മാറ്റിവെച്ചതിന് ശേഷം പിന്നീട് ഒപ്പിടുക, അതിന്റെ തുടർച്ച മുന്നോട്ടേക്ക് പോയില്ലല്ലോ. അപ്പോൾ ഇവർക്ക് അത് മാറ്റിവെക്കാലോ. എന്തേ മാറ്റിവെക്കാൻ പറ്റാത്തത്? ഇപ്പോൾ മാറ്റിവെക്കുന്നില്ല എന്ന് മാത്രമല്ല, LDFന്റെ പേരും പറഞ്ഞുകൊണ്ട് അവരാരെയാണോ ശക്തിയായിട്ട് എതിർത്തത് അതവർ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം. ചർച്ചകൾ കഴിഞ്ഞ് കുറേ ദിവസമായി നടന്നു വരികയാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം പിന്നീടുണ്ടായി? താങ്കളും വിനോവിശ്വമൊക്കെ ആയിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തി ഒക്കെ ചെയ്തിരുന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വേറെ തീരുമാനം എടുത്തില്ല. എങ്ങനെ അത് സംബന്ധിച്ചുള്ള ചർച്ച നടക്കേണ്ടിയാണ്, നടന്നിട്ടില്ല. ഒരു അതൃപ്തി ഉണ്ട് എന്ന് ഒരു വിനോവിശ്വം തന്നെ അത് വ്യക്തമാക്കുകയൊക്കെ ചെയ്തു. അതൃപ്തിയാ, അവർക്ക് അതൃപ്തിയുണ്ട്. അതൃപ്തി പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതല്ലേ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന രീതിയിൽ രണ്ട് പാർട്ടികളും യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. യഥാർത്ഥത്തിൽ ബന്ധു നിയമനത്തിനെതിരായി അതിശക്തിയായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചവരാണ് ഇന്നത്തെ ഭരണകക്ഷിയായിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷം, VD സതീശൻ ഉൾപ്പെടെ. എല്ലാ അർത്ഥത്തിലും അതിശക്തിയായിട്ടാണ് അതിനെ അന്ന് പ്രതികരിച്ചത്. ഇപ്പോൾ ബന്ധു നിയമനം വന്നപ്പോൾ മിണ്ടുന്നില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒന്നും മിണ്ടുന്നില്ല. മാത്രമല്ല, മന്ത്രിയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും കഴിവുള്ളയാളാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ബന്ധുവിനെ നിശ്ചയിച്ചത് കഴിവുള്ള ആളുകളായതുകൊണ്ട് അതിൽ വേറെ നോക്കേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. തികച്ചും അവസരവാദപരമായ നിലപാടാണ് അവർ ഉയർത്തുന്നത് എന്നുള്ള കാര്യം സംശയമില്ല. ബന്ധു നിയമനം സംബന്ധിച്ച് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയേണ്ടിയാണ്, ഒന്നും പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. അത് ഞാൻ പത്രത്തിൽ കണ്ടു. അതിൽ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ വീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ വീട്ടിൽ പോകാറുമുണ്ട്. അങ്ങനെ ആരെയെങ്കിലും അവഗണിക്കുന്ന ഒരു നിലപാട് CPIM സ്വീകരിക്കുന്നില്ല, ഞാനും സ്വീകരിക്കുന്നില്ല. അല്ല, പരിശോധിക്കേണ്ട പ്രശ്നം വരും. ഞങ്ങളാരും അവഗണിക്കുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പോയിട്ടുണ്ട്, ഞങ്ങളെല്ലാം പോകുന്നുണ്ട്. അതുകൊണ്ടല്ല അവിടെ ആരുമില്ല, ഞങ്ങൾ ആരും തന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നില്ല. എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. മാത്രമല്ല, ചാടയം ഗോവിന്ദൻ സഖാവിന്റെ ഭാര്യ അസുഖമായിട്ട് കിടക്കുകയാണ്. ഞങ്ങളൊക്കെ ഇടയ്ക്ക് പോയിട്ട് അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അസുഖം എന്താണ് എന്നുള്ളത്. ഇപ്പോൾ സഖാവ് നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്താണുള്ളത്. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ചു, സംസാരിച്ചു. എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് അതിനെന്താ വേറെ പ്രശ്നം ഉണ്ടാവേണ്ടത്? ഒഴിവാക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണം അല്ല, അത് സംബന്ധിച്ച് അവർ തന്നെയാണ് പറയേണ്ടത്.